കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ് അത് പഠിച്ചത്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ബി മൈനസ് വി ഈക്വൽസ് വി ഈക്വൽസ് ഡബ്ല്യു എ ബി ബൈ ക്യൂ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതിയേക്കുക ഡബ്ല്യു എ ബി ബൈ ക്യൂ. അത് തന്നെയാണ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഡോട്ട് ഡി എൽ. അല്ലെങ്കിൽ യൂണിഫൈ ഇലക്ട്രിക് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന് എഴുതാം. പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അത് തന്നെയാണ് വി സീഡ് മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡോട്ട് ഡി എൽ. പിന്നെ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ടു എ പോയിന്റ് ചാർജ് വി ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ. ഡെറിവേഷൻ പഠിച്ചതാണ്. അത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു നമ്പർ ഓഫ് ചാർജസ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതിയേക്കുന്നത് വി ഈസ് ഈക്വൽ ടു 1/4πε0 സിഗ്മ ഐ ഈക്വൽസ് 1 to n ക്യു ഐ ബൈ ആർ ഐ. ഇപ്പം 5 ചാർജസ് ആണെങ്കിൽ ഇവിടെ 1 to 5 കൊടുക്കണം. Q1 by R1 പ്ലസ് Q2 by R2 പ്ലസ് Q3 by R3 പ്ലസ് Q4 by R4 പ്ലസ് Q5 by R5. അത് സ്ക്വയർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് സം എടുത്താൽ മാത്രം മതി. അടുത്ത ഡെറിവേഷൻ പഠിച്ചത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എനി പോയിന്റ്. ഇക്വേഷൻ അതായത് 1/4πε0 p cos θ ബൈ ആർ സ്ക്വയർ. ഡെറിവേഷൻ നമ്മൾ പറഞ്ഞാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആസ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. പിന്നെ ഒരു സിംഗിൾ ചാർജിൻ്റെയും ടു ലൈക്ക് ചാർജിൻ്റെയും ഒരു ഡൈപോളിൻ്റെയും ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഡയഗ്രാം നമുക്ക് വരയ്ക്കാനുമുണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം, ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഈ പേര് കേൾക്കുമ്പോഴേ അറിയാം ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് എന്നാണ്. അതായത് പൊട്ടൻഷ്യൽ ഈക്വലായ ഒരു സർഫസ്, അതാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇറ്റ് ഈസ് എ സർഫസ് ഇൻ വിച്ച് ദ പൊട്ടൻഷ്യൽ ഈസ് സെയിം എവരിവെയർ. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയ അല്ലെങ്കിൽ സെയിം ആയ ഒരു സർഫസിന് പറഞ്ഞ പേരാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. എക്സാമ്പിൾ, സർഫസ് ഓഫ് എ ചാർജ്ഡ് ബോഡി. ചാർജ് ചെയ്ത ബോഡിയുടെ സർഫസ് ഈക്വി പൊട്ടൻഷ്യൽ ആയിരിക്കും. അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസ് തന്നെ ഒരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ പല പല ചാർജ്, സിംഗിൾ ചാർജിൻ്റെയും ഡൈപോളിൻ്റെയും ടു ലൈക്ക് ചാർജിൻ്റെയും ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഡയഗ്രാം ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അത് കാണിക്കുന്നതാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നോ വർക്ക് ഈസ് ഡൺ. അതായത് ഇൻ ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡെറിവേഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ നോ വർക്ക് ഈസ് ഡൺ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ബി ബൈ Q0 എന്നാണ്. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കുമ്പോൾ വി ബി ഈക്വൽസ് വി എ ഈക്വൽസ് വി എന്നാണ്. ഓർ വി ബി മൈനസ് വി എ ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ബി ബൈ Q0. ദാറ്റ് മീൻസ് ഡബ്ല്യു എ ബി ഈസ് ഈക്വൽ ടു 0. ചാർജ് അവിടെ 0 എടുക്കുന്നില്ല, അപ്പോൾ ഡബ്ല്യു എ ബി അവിടെ 0 ആയിരിക്കും. ഡബ്ല്യു എ ബി ഈസ് ഈക്വൽ ടു 0. അതായത് നോ വർക്ക് ഈസ് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ നോക്കാം, ഇലക്ട്രിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. അത് നോക്കാം. ഇവിടെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസിലേക്ക് നമ്മൾ എഴുതിയാണ് വി പി മൈനസ് വി എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡി വി ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എൽ, അല്ലെങ്കിൽ ഡി വി ഈസ് ഈക്വൽ ടു ഇ ഡി എൽ കോസ് തീറ്റ. For equipotential surface, dV is equal to 0. 0 is equal to E
dl cos theta, that is theta is equal to 90 degree. Theta is equal to 90 degree. Cos 90 ആണ് 0. അതായത് ഈ ഡി എൽ കോസ് തീറ്റ ആണെങ്കിൽ ഷുവറായിട്ടും ഈ പെർപെൻഡിക്കുലർ ടു ഡി എൽ, അതായത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. അത് രണ്ടാമത്തെ. ഒന്നാമത്തെ നോ വർക്ക് ഈസ് ഡൺ ടു മൂവ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ചാർജിൻ്റെ കേസ് ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് 0 ആയിരിക്കണം. രണ്ടാമത്തെയാണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. മൂന്നാമത്തെ ദേ കനോട്ട് ഇൻ്റർസെക്റ്റ്, അതായത് നോ ടു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഹാസ് 2 ഡയറക്ഷൻസ് വിച്ച് ഈസ് ഇമ്പോസിബിൾ. അതാണ് 3 പ്രോപ്പർട്ടീസ്. ഇത് 3ഉം അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഡെറിവേഷൻസ് ആണ് ആദ്യം പറഞ്ഞത്. ഇതിൻ്റെ ഡെറിവേഷനാണ് ഇത്. നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ പഠിച്ചതാണ്. അതിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഹാസ് 2 ഡയറക്ഷൻസ് വിച്ച് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, അതായത് ഇ ആസ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതോടെ നമുക്ക് നോക്കാം. ഇ ആസ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഞാൻ 2 പോയിന്റ് എടുക്കുകയാണ്, എ ബി. ഇത് എ, ഇത് ബി. ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡി വി. വി ബി മൈനസ് വി എ, വി ബി മൈനസ് വി എ ഈസ് ഈക്വൽ ടു നേരത്തെ പഠിച്ചതാണ് ഡബ്ല്യു എ ബി ബൈ ക്യു 0. ഡബ്ല്യു എ ബി ബൈ ക്യു 0. വി ബിക്ക് പകരം വി പ്ലസ് ഡി വി, വി പ്ലസ് ഡി വി മൈനസ് വി. അപ്പോൾ വി ക്യാൻസൽ ചെയ്യാം. ഡി വി ഈക്വൽസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എഴുതിയാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ടി എൽ ഓർ ഡി വി ആണെങ്കിൽ ഇൻ്റഗ്രൽ പൊട്ടൻഷ്യൽ നമ്മൾ ടോട്ടൽ ആണെങ്കിൽ ഇൻ്റഗ്രൽ എടുത്താൽ മതി. ചെറിയ സ്മോൾ ചേഞ്ച് ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ എന്ന് എഴുതാം. മൈനസ് ഡി വി ബൈ ഡി എൽ എന്ന് എഴുതാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് ആണ് ഡി വി ബൈ ഡി എൽ. ഇതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻറ്റ് ചേഞ്ച് വിത്ത് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്, വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പഠിച്ചതാണ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റും കഴിഞ്ഞ വർഷം തെർമൽ കണ്ടക്ടിവിറ്റി പഠിച്ചതാണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഡിസ്റ്റൻസ്, അതാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ഇവിടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ. അവിടെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ എസ് ഐ യൂണിറ്റ് ഇങ്ങനെ എഴുതാം, വോൾട്ട് പെർ മീറ്റർ. വോൾട്ട് പെർ മീറ്റർ നമുക്ക് എഴുതാം. നേരത്തെ ഇവിടെ നിന്ന് നമുക്കത് എഴുതാൻ പറ്റുന്നതായിരുന്നു. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡിക്കകത്തുനിന്നും ഇയുടെ യൂണിറ്റ് വേറൊരു യൂണിറ്റാണ് വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പഠിച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ആദ്യം പഠിച്ചത് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആയിരുന്നു. പൊട്ടൻഷ്യൽ ഈസ് സെയിം എവരിവെയർ. അതിൻ്റെ പ്രോപ്പർട്ടീസ്: ഒന്നാമത്തെ നോ വർക്ക് ഈസ് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. മൂന്നാമത്തെ ദേ കനോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അടുത്ത നമ്മൾ ടോപ്പിക്ക് പഠിച്ച റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, അതായത് ഇ ആസ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ ഓർ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടും ഇതിൻ്റെ സിംഗിൾ ചാർജിൻ്റെയും ഡൈപോളിൻ്റെയും രണ്ട് സെയിം ചാർജിൻ്റെയും ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഡയഗ്രാംസും നമുക്ക് അടുത്തായിട്ട് നോക്കാം.
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ഇനി അടുത്ത ഞാൻ കുറച്ചുകൂടെ ഉള്ളൂ ഈ ചാപ്റ്റർ തീരാൻ. അത് കഴിഞ്ഞ് പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ഈ ടോപ്പിക്ക് പൊട്ടൻഷ്യൽ ടോപ്പിക്ക് തീരാൻ ഒരു ക്ലാസ് കൊണ്ട് തീരും. പിന്നെ നമുക്ക് കപ്പാസിറ്റൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ. പോസിറ്റീവ് ചാർജിൻ്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് 2 ഡയമെൻഷണൽ കേസിൽ വരുന്നത്. 3 ഡയമെൻഷണൽ ആകുമ്പോൾ കോൺസെൻട്രിക് സ്പിയേഴ്സ് ആണത്. ആ സ്പിയറിൻ്റെ സെൻറ്റർ പോസിറ്റീവ് ചാർജ്. അവിടെ വാല്യൂ ശ്രദ്ധിക്കുക. ദൂരോട്ട് പോകുന്തോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നു. അകത്ത് വരുമ്പോൾ 17.76 18.05 ആയി. ദൂരേക്ക് പോകുമ്പോൾ അത് കുറയുന്നു. ഇത് നെഗറ്റീവ് ചാർജിൻ്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ശ്രദ്ധിക്കുക. നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് വരയ്ക്കുന്നതെല്ലാം ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് നമ്മൾ 2 ഡയമെൻഷനിൽ കാണുന്നത്. 3 ഡയമെൻഷനിലാകുമ്പോൾ കോൺസെൻട്രിക് സ്പിയേഴ്സ് ആണ്. ദൂരേക്ക് പോകുന്തോറും പൊട്ടൻഷ്യൽ മാഗ്നിറ്റ്യൂഡ് കുറയുന്നു. അടുത്ത 2 പോസിറ്റീവ് ചാർജ് നമുക്ക് വെച്ച് നോക്കാം. സെയിം ചാർജാണ്. അടുത്ത് കോൺസെൻട്രിക് സ്പിയേഴ്സ് ആണ്. ദൂരേക്ക് പോകുന്നതോറും ഡംബൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഒരു ഓവൽ ഷേപ്പിൽ സർഫസ് വരുന്നത് കാണാം. രണ്ട് നെഗറ്റീവ് ചാർജ് വെച്ചിരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആരോസ് ടുവേഴ്സ് നെഗറ്റീവ് ചാർജാണ്. ഇവിടെ നമുക്ക് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുന്നത് നോക്കുക. രണ്ട് പോസിറ്റീവ് ചാർജ് വെച്ചപ്പോൾ ഉള്ള പോലെ തന്നെയാണ് 2 നെഗറ്റീവ് ചാർജ് വെക്കുമ്പോൾ കിട്ടുന്ന ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇനി നമുക്കൊരു ഡൈപോൾ വെക്കാം. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ശ്രദ്ധിക്കുക. കറക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പ് അല്ല വരുന്നത്. ഡൈപോളിന് സെൻറ്റർ ഇക്വറ്റോറിയൽ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ 0 ആണ്. V = 0. കാര്യം P = 1/4πε0 P cos θ/r² ആണ്. അവിടെ ഇക്വറ്റോറിയൽ പ്ലെയിനിലാകുമ്പോൾ തീറ്റ 90 ആണ്. cos 90 0 ആയിരിക്കും. അവിടെ 0.008 വോൾട്ട് കുറവാണ്. അവിടെ സെൻറ്റർ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ അത് 0 ആണ് നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടുന്നത്.
നോട്ട് ശ്രദ്ധിക്കുക. equipotential surface. An equipotential surface is a surface with a constant value of potential at all points on the surface. ഇതിൻ്റെ ഡയഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ, equipotential surface for an isolated point charge or concentric spherical surface around the charge. ഒന്നാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക. The potential on a spherical surface goes on decreasing as the radius of spherical surface increases. അതായത് v = 1/4πε0 q/r അനുസരിച്ച് ദൂരേക്ക് പോകുന്നതോറും പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ equipotential surface for a uniform electric field E are planes at right angles to the field lines. For a plane equatorial equipotential surface, the source charge is located at infinity. രണ്ടാമത്തെ ഫിഗർ കാണുക. റൈറ്റ് ആംഗിൾസ് ടു ഫീൽഡ് ലൈൻസ് വരുന്ന പ്ലെയിൻസ് ആണ്. ആ 3 പ്ലെയിനിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഒന്നാമത്തെ പ്ലെയിനിൽ ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. രണ്ടാമത്തെ പ്ലെയിനിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. മൂന്നാമത്തെ പ്ലെയിനിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. മൂന്നാമത്തെ ഫിഗർ 3 ഷോസ് ദി equipotential surface for an electric dipole. അതാണ് മുമ്പ് നമ്മൾ ചിത്രത്തിൽ കണ്ടത്. നാലാമത്തെ 2 പോസിറ്റീവ് ചാർജിൻ്റെ equipotential സർഫസ് ആണ്. ദ പ്രോപ്പർട്ടീസ് ഓഫ് equipotential സർഫസ്. ഒന്നാമത്തെ, നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓൺ ആൻ equipotential സർഫസ്. അതിൻ്റെ പ്രൂഫാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. കൺസിഡർ 2 points A and B on an equipotential surface. PD is equal to V minus VA equals WAB by Q0. Here VB equals VA. Therefore, WAB by Q0 equals 0 or WAB equals 0. രണ്ടാമത്തെ, the electric field is perpendicular to the element DL of the equipotential surface. അതിൻ്റെ പ്രൂഫ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. As no work is done in moving a test charge on the equipotential surface, that is dW equals 0. Therefore, E dot dl equals 0 or E dl cos theta equals 0. or cos theta equals 0 or theta equals 90. Thus, E perpendicular to dl. മൂന്നാമത്തെ പ്രോപ്പർട്ടി, 2 equipotential surfaces cannot intersect. A reason, if 2 equipotential surfaces intersect, then at the point of intersection there will be 2 values of electric potential. This is not possible. Hence, equipotential surfaces cannot intersect. Or the relation between field E and potential V, that is E as gradient of electric potential. Consider 2 closely spaced equipotential surfaces A and B with the potential values V and V plus dV. VA minus VB ആണ് എടുക്കുന്നത്. VA minus VB equals V minus ബ്രാക്കറ്റിനകത്ത് V plus dV, that is equal to minus dV equals E dl, E dot dl. Therefore, E is equal to minus dV by dl. Thus, electric intensity at a point is equal to the negative potential gradient at that point. The negative sign shows that electric field intensity is in the direction of decreasing potential. SI unit of potential gradient is volt per meter. ഇവിടെ ശ്രദ്ധിക്കേണ്ട the 2 important conclusions are: ഒന്നാമത്തെ, electric field is in the direction in which the potential decreases steepest. രണ്ടാമത്തെ, its magnitude is given by the change in the magnitude of potential per unit displacement normal to the equipotential surface at that point. നോട്ടുകൾ വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് equipotential സർഫസും അതിൻ്റെ പ്രോപ്പർട്ടീസും ആ ഡയഗ്രാംസും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് പഠിക്കണം. equipotential സർഫസും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഡയഗ്രാംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതി പഠിക്കണം. Okay. Thank you for watching this class.